ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, സ്വാഗത ഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2001 ഡിസംബർ മാസം 19-ാം തീയതിയാണ് തൻ്റെ 71-ാമത്തെ വയസ്സിൽ അസുഖബാധിതയായി സഖാവ് സുശീല ഗോപാലൻ നമ്മെ വിട്ടുപിരിയുന്നത്. 1929 ആലപ്പുഴയിലെ അതിപ്രശസ്തമായ ചീരപ്പഞ്ചിറ തറവാട്ടിലാണ് സഖാവിൻ്റെ ജനനം. ചീരപ്പഞ്ചിറ തറവാട് നേരത്തെ നമ്മൾ ശബരിമല വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് അവിടുത്തെ ആചാരവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഈ തറവാടിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും പുന്നപ്ര വയലാർ സമരത്തിലും പങ്കെടുത്ത ഒട്ടേറെ പോരാളികൾ ജനിച്ചു വളർന്ന കുടുംബം കൂടിയാണ് ചീരപ്പഞ്ചിറ തറവാട്. സുശീലയുടെ രാഷ്ട്രീയ വഴി രൂപപ്പെടുത്തുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള പങ്ക് ഈ കുടുംബം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന സുശീല ഗോപാലൻ്റെ അമ്മാവനായിരുന്ന CK കുമാരപ്പണിക്കർ ആണ് അവരുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് തന്നെ കാരണമായിട്ടുള്ള ആൾ എന്നുള്ളത്. ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ അനുഭവിക്കുന്ന കടുത്ത ചൂഷണങ്ങൾ, ജീവിത പ്രയാസങ്ങൾ, ഇതൊക്കെ നേരിട്ട് കണ്ടു വളർന്നിട്ടുള്ള ബാല്യകാലമായിരുന്നു സഖാവ് സുശീലയുടേത്. അതുകൊണ്ട് തന്നെ സ്കൂൾ കോളേജ് കാലത്തൊക്കെ തന്നെ അവിടങ്ങളിലുള്ള പ്രക്ഷോഭ പരിപാടികളിലൊക്കെ തന്നെ സഖാവ് സുശീല പങ്കെടുക്കുന്നുണ്ട്. തൻ്റെ ഇത്തരത്തിലുള്ള അനീതിക്കെതിരായിട്ട് ശബ്ദിക്കാനുള്ള തൻ്റെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് തന്നെ അത് കണ്ടുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് 3 കോളേജുകളിൽ മാറി അതായത് ഒരു കോളേജിൽ വെച്ച് പഠനം തുടരുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് അവര് പറഞ്ഞു വെക്കുന്നുണ്ട്. സഖാവ് AKG തൻ്റെ ഒളിവ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് സുശീല ഗോപാലൻ്റെ തറവാട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തിയിട്ടുള്ള സഖാവ് AKGയുമായി സുശീല നല്ല സൗഹൃദത്തിലാകുന്നു. പുസ്തകങ്ങൾ വായിക്കുന്നതിന് വേണ്ടി നൽകുന്നു, ഭക്ഷണം എത്തിക്കുന്നു. അങ്ങനെ നല്ല സൗഹൃദത്തിലായിട്ടുള്ള സുശീല തൻ്റെ രാഷ്ട്രീയ വഴി കുറച്ചുകൂടി വികസിപ്പിക്കുന്നതും ഇത്തരത്തിൽ AKGയുമായിട്ടുള്ള ഒരു കൂട്ടുകൂടലിലൂടെയായിരുന്നു. അതിനിടയിൽ അറിയാതെ പ്രണയം സംഭവിക്കുകയും അങ്ങനെ കോയമ്പത്തൂര് ജയിലിൽ കിടക്കുന്ന സമയത്ത്, AKG ജയിലിൽ കിടക്കുന്ന സമയത്താണ് സുശീല തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നതും. അപ്പോഴും AKG പറയുന്നത് നന്നായി പഠിക്കേണ്ട പ്രായത്തിൽ ഇമാതിരി ചിന്ത വേണ്ട എന്നുള്ളതാണ്. 25 വയസ്സ് അധികമാണ് AKGയെ അപേക്ഷിച്ച് AKGക്ക് സുശീല ഗോപാലനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു താല്പര്യത്തിൽ നിന്നും സുശീലയെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഖാവ് AKG അന്ന് ശ്രമിച്ചിട്ടുള്ളത്. വീട്ടുകാർക്കും വലിയ പ്രയാസമായിരുന്നു ഇത്തരത്തിലൊരു ബന്ധത്തെക്കുറിച്ച്. പക്ഷേ എല്ലാവരും അവസാനം തീരുമാനത്തോട് യോജിച്ചു നിൽക്കുകയും അങ്ങനെ വിവാഹം തീരുമാനിച്ചു. ഒരു ദിവസം വൈകുന്നേരം 3 മണിക്ക് 1952 ഇവരുടെ വിവാഹം നടക്കുന്നത്. അപ്പോൾ ആ ദിവസം 3 മണിക്ക് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ 3 മണിക്ക് AKG എത്തുന്നില്ല. 5-5:30 മണി ആകുന്നു. അപ്പോഴമ്മ വഴക്ക് പറയുകയാണ്. ഞങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ വഴക്കു പറയുന്നു. അവസാനം 5:30 കഴിയുമ്പോഴേക്കും AKG എത്തുന്നു. രക്തഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരു സമരസ്ഥലത്ത് നിന്നാണ് AKG കല്യാണ പന്തലിലേക്ക് അല്ലെങ്കിൽ വിവാഹ വേദിയിലേക്ക് എത്തുന്നത്. ഒരു രക്തഹാരം പരസ്പരം അണിയിച്ച് കല്യാണം കഴിക്കുകയാണ്. ഉടൻ തന്നെ അവിടെ കൂടി നിന്നിട്ടുള്ള ആൾക്കാരോട് AKG പറയുകയാണ്, സമരത്തെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരും സംഭാവന തരണം. അങ്ങനെ അവിടെ കൂടി നിന്നുള്ള ആൾക്കാരിൽ നിന്നൊക്കെ തന്നെ സംഭാവന കൂടി ശേഖരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ സമരഭൂമിയിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ആദ്യ ദിവസം തന്നെ സുശീല ഗോപാലനോട് AKG പറയുകയാണ്, എനിക്ക് വണ്ടിക്ക് പോകണം, എനിക്ക് കാറിന് പോകണം. അങ്ങനെ പോകണമെങ്കിൽ വണ്ടിക്കൂലി വേണ്ടതായിട്ടുണ്ട്. അത് നീ നിന്റെ അമ്മാവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരണം.
എന്ന് പറയുകയാണ്. അങ്ങനെ സുശീലാ ഗോപാലൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണയുള്ള ആദ്യ ദിവസം തന്നെ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ ദിവസം തന്നെ എങ്ങനെയാണ്, അല്ലെങ്കിൽ തന്നെ താല്പര്യമില്ലാത്ത വിവാഹമാണ്, വീട്ടുകാരോട് ചോദിക്കുക എന്നുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അമ്മാവനോട് ചോദിച്ച സമയത്ത് ഒരു പ്രയാസവും ഇല്ലാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 99 രൂപ അന്ന് സുശീലയുടെ കയ്യിൽ കൊടുത്ത് AKGക്ക് കൊടുക്കാൻ പറയുകയാണ്. പിന്നീട് വളരെ തമാശ മട്ടിൽ സ്ത്രീധനമായി 99 രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന് പലപ്പോഴും AKGയും സുശീലയും ഒക്കെ തന്നെ പങ്കുവെക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ വിവാഹത്തിന്റെ കാര്യത്തിൽ ഇന്നത്തെ വിവാഹം ഒക്കെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ലളിതമായി, ഇന്നും പലരും അത്തരത്തിൽ മാതൃകാ വിവാഹങ്ങൾ കഴിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ വളരെ ലളിതമായിട്ടുള്ള ആ ഒരു കാലത്ത്, 52 കാലത്ത് വളരെ ലളിതമായിട്ടുള്ള ഒരു വിവാഹത്തിലൂടെ അവര് ജീവിതത്തിലും പിന്നീട് തുടർന്നങ്ങോട്ടുള്ള സമരപ്രക്ഷോഭങ്ങളിലും ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അമരാവതി സമര സമയത്ത് AKGയുടെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ആ സമരഭൂമിയിൽ നിറഞ്ഞു നിന്നിട്ടുള്ള സഖാവായിരുന്നു സഖാവ് സുശീലാ ഗോപാലൻ. പിന്നീട് 52 തെരഞ്ഞെടുപ്പിലാണ് AKG പാർലമെന്റിലേക്ക് MP ആയിട്ട്, പ്രതിപക്ഷ നേതാവായിട്ട് പോകുന്നത്. അങ്ങനെയാണ് പിന്നീട് സുശീലാ ഗോപാലന് ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, തൊഴിലാളികളുടെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളൊരു സാധാരണ ഒരു സ്ത്രീ നേതാവ് എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു വനിതാ നേതാവ് എന്നുള്ള രൂപത്തിൽ മാത്രമല്ല സുശീലാ ഗോപാലനെ അടയാളപ്പെടുത്തുന്നത്. മറിച്ച് നമ്മളൊക്കെ പറയുന്നത് ഒരു വനിതാ നേതാവാണ്. അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കയർ തൊഴിലാളികൾ, പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒക്കെ സമരം ചെയ്തിട്ടുള്ള, 1971 കയർ വർക്കേഴ്സ് സെന്റർ സ്ഥാപിക്കുന്നത്. അന്ന് സ്ഥാപിച്ച ആ ഘട്ടം മുതൽ പിന്നീട് തൻ്റെ മരണം വരെ ആ കയർ വർക്കേഴ്സ് സെന്ററിന്റെ പ്രസിഡന്റായിട്ട് തുടർന്നു എന്നുള്ളതാണ് സുശീലാ ഗോപാലന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സഖാവിന്റെ പാർലമെന്ററി പ്രവർത്തനം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ 1965 ആദ്യമായിട്ട് നിയമസഭാംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് 3 തവണ പാർലമെന്റ് അംഗമായിട്ട് മാറുകയായിരുന്നു. 1967 അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന്, 1980 ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന്, 1991 ചിറയൻകീഴിൽ നിന്ന്, ഇങ്ങനെ ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു സഖാവ് സുശീലാ ഗോപാലൻ. 1967 ആദ്യം കണ്ണൂരിൽ നിന്ന് AKGയും ആലപ്പുഴയിൽ നിന്ന് സുശീലാ ഗോപാലനും പാർലമെന്റിലേക്ക് ഒന്നിച്ച് ഒരേ പാർലമെന്റ് ഇലക്ഷനിൽ തെരഞ്ഞെടുക്കപ്പെടുകയും, അങ്ങനെ അതിനു മുന്നേ AKG പാർലമെന്റ് അംഗമായിരുന്നു. സുശീലാ ഗോപാലൻ ആദ്യമായിട്ടാണ് പാർലമെന്റ് അംഗമാകുന്നത്. അങ്ങനെ ആദ്യത്തെ പാർലമെന്റിലെ സുശീലാ ഗോപാലന്റെ പ്രസംഗം വളരെ നേരത്തെ തന്നെ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്, കയ്യിലൊരു പേപ്പറും ഒക്കെ ഉണ്ട്. പക്ഷെ AKGയെ സംബന്ധിച്ചിടത്തോളം അതൊരു മാനസികാവസ്ഥ, ഒരു ടെൻഷൻ പിടിച്ച മാനസികാവസ്ഥയായിരുന്നു. എന്തായിരിക്കും സുശീലാ ഗോപാലന്റെ ആദ്യത്തെ ഒരു പ്രസംഗം എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കുമെന്ന് ആ ഒരു ടെൻഷൻ പിടിച്ച അവസ്ഥയിലേക്ക് സുഹൃത്തുക്കളോട്, പാർലമെന്റിലെ സുഹൃത്തുക്കളോട്, ഇടതുപക്ഷ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിൽക്കും, ഞാൻ തൽക്കാലം പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ പ്രസംഗം ആരംഭിക്കുമ്പോൾ കൂടെയുള്ളവർ പേപ്പർ മാറ്റുകയും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്, അന്ന് ആ ഒരു കാലത്ത് പാർലമെന്റിനകത്ത് വളരെ കൃത്യമായിട്ട് തീരുമാനിച്ച കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി സഖാവ് സുശീലക്ക് സാധിച്ചു എന്നുള്ളതാണ്. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന AKG സഖാക്കളോട് ചോദിച്ചപ്പോൾ, എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ, വളരെ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സഖാവ് സുശീലക്ക് സാധിച്ചു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നീട് 96 സംസ്ഥാന നിയമസഭയിൽ വ്യവസായ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ട് സുശീലാ ഗോപാലൻ, സഖാവ് നായനാർ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നത്.
ആ കാലത്ത് വ്യവസായ വകുപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പല്ല. നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ചിലപ്പോൾ അത് സ്ത്രീകൾക്ക് അപ്രാപ്യമെന്ന് പലരും പറഞ്ഞു വെക്കുന്ന ഒരു വകുപ്പ്. പക്ഷെ അത് ഒരു പ്രയാസവുമില്ലാതെ നഷ്ടത്തിലായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സുശീല ഗോപാലൻ എന്നുള്ള മന്ത്രി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കയർ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മറ്റ് പരമ്പരാഗത കശുവണ്ടി തൊഴിൽ മേഖലയിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി കൂടുതൽ തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് പെൻഷൻ അനുവദിക്കുന്നതിന് വേണ്ടി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ പെൻഷൻ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു മന്ത്രി കൂടിയായിരുന്നു സഖാവ് സുശീല ഗോപാലൻ. നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്റിനകത്ത്, അതായത് MP ആയിരുന്ന ഘട്ടത്തിൽ അതിക്രമരഹിതമായ ജീവിതമാണ് ഇന്ത്യൻ സ്ത്രീക്ക് വേണ്ടത് എന്ന് കൂടെ കൂടെ പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് സുശീല ഗോപാലൻ. പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ നിയമസഭക്കകത്തും പുറത്തും ഒക്കെ നടത്തിയിട്ടുള്ള ഇടപെടൽ, ആ ഇടപെടലിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് സ്ത്രീധന നിരോധന നിയമം ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത്, ഫാമിലി കോർട്ട് നിലവിൽ വരുന്നത്, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതൊക്കെ തന്നെ സഖാവ് സുശീല ഗോപാലൻ നടത്തിയിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള, ഈ നാട്ടിലെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള, സാധാരണക്കാരായിട്ടുള്ള, അത് സ്ത്രീകളുടെ മാത്രം വിഷയമല്ല, തൊഴിലാളികളുടെ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം തീരുമാനങ്ങളൊക്കെ വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. സഖാവ് സുശീല ഗോപാലന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ഒരു വേളയിൽ അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആശയങ്ങളുണ്ട്. ആ ആശയത്തെ വളരെ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം സ്ത്രീകളുടെ അവസ്ഥ. 1981 മഹിളാ അസോസിയേഷൻ രൂപം കൊള്ളുമ്പോൾ, അതിനു മുന്നേ ചെറു സംഘങ്ങളായിട്ട് വിവിധ സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ള മഹിളാ അസോസിയേഷൻ രൂപം കൊള്ളുമ്പോൾ അതിന്റെ ആദ്യത്തെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് സഖാവ് സുശീല ഗോപാലനാണ്. അപ്പോൾ ആ 81 മുതൽ നടത്തിയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം, മരണം വരെ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 71ാമത്തെ വയസ്സിൽ മരണപ്പെടുമ്പോൾ ഐഡ്വയുടെ രക്ഷാധികാരിയായിട്ടാണ് സുശീല ഗോപാലൻ ഉണ്ടായിട്ടുള്ളത്. CITUവിന്റെ ദേശീയ വൈസ് പ്രസിഡന്റായിട്ടും CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടും പ്രവർത്തിക്കുമ്പോഴാണ് അവർ മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്ത്രീകളുടെ ജീവിതവും സാമൂഹ്യ പദവിയും ഉയർത്തുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇന്നും നമ്മുടെ ജനത ഓർമ്മിച്ചു പോവുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അത്തരം പോരാട്ടങ്ങൾ തുടരേണ്ടുന്ന ഒരു കാലമാണ് നമ്മെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. മോഡിയുടെ 3ാം ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുകയാണ്. സ്ത്രീകളുടെ അവസ്ഥ ദയനീയമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി അന്തസ്സാർന്നൊരു ജീവിതം, അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക്, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീകൾ വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മളൊക്കെ കോളേജുകളിലൊക്കെ കാണുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം 80% മേലെയും പഠിക്കുന്നത് പെൺകുട്ടികളാണ്. അവരുടെ ജോലി പങ്കാളിത്തം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിപരീതമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലാണ്. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഭയാനകമായിട്ടുള്ള ചിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഉന്നാവോ അടക്കമുള്ള, ഹത്രസ് അടക്കമുള്ള, കഠ്വ അടക്കമുള്ള, ഏറ്റവും ഒടുവിൽ നമ്മുടെ മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങൾ സംഭവിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴൊക്കെ തന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നവരായിട്ട് കേന്ദ്ര ഭരണകൂടം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവമാണ്. എന്തുകൊണ്ടാണ് കേരളം മാറി ചിന്തിക്കപ്പെട്ടിട്ടുള്ളത്? അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 57-ന് മുന്നേയും ഒരു കേരളം ഉണ്ടായിരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേർതിരിവുകൾ ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനം. മുട്ടിന് താഴെ മുണ്ടുടുക്കുന്നതിന് വേണ്ടിയിട്ടോ, മാറുമറക്കുന്നതിന് വേണ്ടിയിട്ടോ, മുക്കുത്തി ധരിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു.
ആ കാലത്ത് നിന്ന് പതിയെ പതിയെ കൈപിടിച്ച് കേരളത്തിലെ ജനങ്ങളെ നടത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വ്യക്തിത്വമുള്ള മനുഷ്യരാക്കിയിട്ട് കേരളത്തിലെ എല്ലാ ജാതിയിലും പെട്ടിട്ടുള്ള മനുഷ്യരെ മാറ്റിയിട്ടുള്ളത് ഇവിടുത്തെ നവോത്ഥാന പ്രക്ഷോഭങ്ങളായിരുന്നു. പിന്നീട് കേരളത്തിൽ ഈ നവോത്ഥാന പ്രക്ഷോഭത്തിന്റെ ഒക്കെ തന്നെ പിന്തുടർച്ചക്കാരായിട്ട് ഇടതുപക്ഷം ശക്തിപ്പെട്ടത് കൊണ്ടാണ് കേരളം വഴിമാറി ചിന്തിച്ചിട്ടുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു വികസിത അന്തരീക്ഷം, അല്ലെങ്കിൽ ഉയർന്ന ജീവിത നിലവാരം എന്നൊക്കെ പറയാൻ പറ്റുന്ന നിലയിലേക്ക് കേരളം വളർന്നിട്ടുള്ളത് ഈ ഇടതുപക്ഷ ഇടപെടലിലൂടെയാണ് എന്നുള്ളത് നമ്മുടെയൊക്കെ തന്നെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. കേരളത്തിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റുകൾ, അത് 57 മുതലുള്ള ഗവൺമെന്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 57 EMSന്റെ ഗവൺമെന്റ് ആണ് ഇവിടെ എല്ലാ കുട്ടികളും. അതുകൊണ്ടാണ് ആദിവാസി കുടിൽ നിന്നടക്കം നമുക്ക് ഡോക്ടറും എഞ്ചിനീയറും ഉണ്ടായിട്ടുള്ളത്. നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോഴാണ്, സഖാവ് EMSന്റെ ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോഴാണ്. കുടിയിറക്ക് നിരോധന ഓർഡിനൻസ് കൊണ്ടുവന്ന് ഒരു തുണ്ട് ഭൂമിയുടെ അവകാശിയായിട്ട് ഇവിടുത്തെ കുടിയാനെ മാറ്റിയിട്ടുള്ളത്, ജന്മിത്വം അവസാനിപ്പിച്ചത് സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. പിന്നീട് വന്നിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളാണ് ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് പിന്നീട് ഓരോ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോഴാണ് അത് വർദ്ധിപ്പിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 1600 രൂപയായിട്ട് പെൻഷൻ തുക കൊടുക്കാൻ വേണ്ടി പറ്റിയത് എന്നുള്ളത് അഭിമാനത്തോടു കൂടിയിട്ട് നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. സ്കൂളുകളിൽ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വിതരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ആണ്. പിന്നീട് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ജനകീയാസൂത്രണ പ്രസ്ഥാനം, അധികാരം താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട്, അതുവരെ മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുകയായിരുന്നു ഏത് നാടിൽ എന്തൊക്കെ വികസനം വരണം എന്നുള്ളത്. എന്നാൽ പിന്നീട് വാർഡ് സഭകൾ, ഗ്രാമസഭകൾ ചേർന്നുകൊണ്ട് എൻ്റെ നാട്ടിൽ ഇവിടെ റോഡ് വരണം, ഇവിടെ പാലം വേണം, ഇവിടെ സാംസ്കാരിക നിലയം വേണം, ഇവിടെ അംഗനവാടി വേണമെന്ന് പറയുന്ന നിലയിലേക്ക് ഓരോ മനുഷ്യനെയും പ്രാപ്തനാക്കിയിട്ടുള്ളത് ഈ പറയുന്ന അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന ജനകീയാസൂത്രണ പ്രസ്ഥാനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സാക്ഷരതാ പ്രസ്ഥാനം, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് സ്വന്തം പേരെങ്കിലും എഴുതാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് അവരുടെ അഭിമാനം വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പ്രസ്ഥാനം, അതും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. പിന്നീട് വന്നിട്ടുള്ള ഗവൺമെന്റുകൾ തീരുമാനിച്ചിട്ടുള്ളത് വീടില്ലാത്ത ഒരു കുടുംബവും കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലൈഫ് പദ്ധതി, അതിനു മുന്നേ EMS ഭവന പദ്ധതി, അങ്ങനെയുള്ള പദ്ധതികളിലൂടെ ഏറ്റവും ഒടുവിൽ 4 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഈ പറയുന്ന ലൈഫ് പദ്ധതിയിലൂടെ വീട് വെച്ച് നൽകിയിട്ടുള്ളത്. രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ 1ാം ക്യാബിനറ്റിന്റെ തീരുമാനം എന്ന് പറയുന്നത് അതിദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളെ കേരളത്തിൽ കണ്ടെത്തുക, എന്നിട്ട് അതിദാരിദ്ര്യം ഈ കേരളത്തിൽ നിന്നും തുടച്ചു മാറ്റുക എന്നുള്ളത്. ഇതാണ് ഇടതുപക്ഷ ബദൽ, ഇതാണ് കമ്മ്യൂണിസ്റ്റ് ബദൽ നയങ്ങൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ കേരളം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്, കേരളത്തെയാകെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ജൂലൈ മാസത്തിലാണ് വയനാട് ദുരന്തം ഉണ്ടായിട്ടുള്ളത്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. വയനാട് ദുരന്തം എന്ന് പറയുന്നത് തികച്ചും ഭീതിതമായിട്ടുള്ള, മനുഷ്യ മനസ്സുകളെയാകെ തന്നെ പ്രയാസപ്പെടുത്തുന്ന, ദുഃഖത്തിലേക്ക് നമ്മളെയൊക്കെ നയിച്ചിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ. നമ്മൾ അനാഥരാക്കപ്പെട്ടിട്ടുള്ള കുട്ടികളെ കണ്ടു, ഭാര്യ നഷ്ടപ്പെട്ടിട്ടുള്ള ഭർത്താവിനെ കണ്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടുള്ള ഭാര്യ, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾ, ഇതൊക്കെ നമ്മൾ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായിട്ട് കണ്ടു. നരേന്ദ്രമോദി ഈ കേരളത്തിലേക്ക് ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നു. ആശുപത്രി കിടക്കയിൽ വെച്ചിട്ട് ആ കുഞ്ഞു മോളെ താലോലിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുമ്പോൾ നമ്മളും ചിന്തിച്ചു, ഈ കേരളത്തിന് വേണ്ടിയിട്ട് സഹായധനം നാളെ തന്നെ പ്രഖ്യാപിക്കുമായിരിക്കും. പക്ഷേ ഇന്ന് സംഭവം നടന്നിട്ട് ഡിസംബർ മാസമായി. ജൂലൈ മാസത്തിൽ നടന്നിട്ടുള്ള സംഭവം 5 മാസം കഴിയുമ്പോഴും 5ന്റെ നയാ പൈസ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കേരളത്തിലെ ഗവൺമെന്റിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകിയില്ല എന്നുള്ളത് നമ്മുടെ നേരനുഭവമാണ്. നൽകിയില്ല എന്ന് മാത്രമല്ല,
ഹെലികോപ്റ്റർ ആ സമയത്ത് വന്നിട്ടുള്ള ഹെലികോപ്റ്ററിന് തിരിച്ചങ്ങോട്ട് 150 കോടി അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് ഈ പണം തിരിച്ചടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. ഇതേ നയം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. കോവിഡ് കാലത്ത് പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ്. സൗജന്യ റേഷൻ കൊടുത്തപ്പോൾ, ആ പ്രളയകാലത്ത് സൗജന്യ റേഷൻ കൊടുത്തപ്പോൾ അരിയുടെ പണമടക്കം കേരളത്തിൽ നിന്ന് തിരിച്ചു പിടിച്ചിട്ടുള്ള കണ്ണിൽ ചോരയില്ലാത്തൊരു കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ നേരത്തെയും അനുഭവമുള്ളതാണ്. അത് ഇപ്പോൾ വയനാട് ദുരന്ത പശ്ചാത്തലത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തോടുള്ള ചിറ്റമ്മ നയം എന്ന് പറയുന്നത് വളരെ നേരത്തെ തുടങ്ങിയിട്ടുള്ളതാണ്. എയിംസ് എന്ന് പറയുന്നത്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ തന്നെ ആഗ്രഹമായിരുന്നു. പക്ഷേ അത് തരാൻ തയ്യാറല്ല. എത്രയോ വർഷമായിട്ട് കേരളം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ആരോഗ്യ മേഖലയാണ്. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടു, ആരോഗ്യവകുപ്പ് മന്ത്രിയെ അന്താരാഷ്ട്ര ഏജൻസികളാണ് അനുമോദിച്ചിട്ടുള്ളത്, ആദരിച്ചിട്ടുള്ളത്. അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ മികവാണ്. ആ കേരളത്തിന് വേണ്ടിയിട്ട് എയിംസ് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. കാസർഗോഡാണ് പ്രതിരോധ വകുപ്പിന്റെ കീഴിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഭൗതിക സാഹചര്യങ്ങളൊക്കെ തന്നെ കേരള ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയാണ്. ബാലാരിഷ്ടതകളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ഒരു താല്പര്യവുമില്ല. കണ്ണൂരിലെ വിമാനത്താവളം നമുക്കറിയാലോ. കണ്ണൂരിലെ വിമാനത്താവളം കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ പ്രവാസികളായിട്ടുള്ള പലർക്കും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ അവരുടെ ജീവിതവുമായിട്ട് ഏറ്റവും ഇഴചേർന്ന് നിൽക്കുന്ന ഒന്നാണ് വിമാനത്താവളം എന്ന് പറയുന്നത്. ആ വിമാനത്താവളത്തിന്റെ വികസനം, അതുവഴി ഈ നാടിന്റെ വികസനം, ഇതൊക്കെ നമ്മുടെയൊക്കെ സ്വപ്നങ്ങളായിരുന്നു. പക്ഷെ കണ്ണൂരിലാണ് വിമാനത്താവളം. അതുകൊണ്ട് തന്നെ ആ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകുന്നില്ല, വിദേശ സർവീസുകൾ അനുവദിക്കുന്നില്ല. തുടങ്ങിയിടത്ത് തന്നെ അത് നിൽക്കണമെന്നുള്ള ദുർവാശി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ വിഷയത്തിലും കേരളത്തെ തകർക്കുന്നതിന് വേണ്ടി ഇതിലൊരു അജണ്ടയുണ്ട്. കൃത്യമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇടതു മനസ്സിനെ തകർക്കണം, കേരളത്തിലെ ജനങ്ങളെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് തിരിക്കണം. അതിനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് കേരളത്തിന് കിട്ടേണ്ടുന്ന ഫണ്ടുകൾ നൽകാതിരിക്കുക. അതാണ് GST എന്ന് പറഞ്ഞിട്ട് ഒറ്റ നികുതിയായിട്ട് കേന്ദ്രം പിരിച്ചെടുക്കുകയും കേരളത്തിന്റെ വിഹിതം തരാതിരിക്കുകയും ചെയ്യുന്നു. മറ്റു പ്രളയങ്ങളും മറ്റു ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും കൈയച്ച് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രം മുന്നോട്ടേക്ക് വരുന്നുണ്ട്. കേരളത്തോട് മാത്രമാണ് ഈ പറയുന്ന നയസമീപനങ്ങളെ സ്വീകരിക്കുന്നത് എന്നുള്ളത് മറ്റൊന്നുമല്ല, ജനങ്ങളെയും കേരളത്തിലെ ഗവൺമെന്റിനെയും ഇടതുപക്ഷത്തെയും തെറ്റിക്കണമെന്നുള്ള തെറ്റായ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത്. പക്ഷേ അത് വൃഥാശ്രമമാണെന്ന് നമുക്കറിയാം. കാരണം മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല, തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനസ്സാണ് കേരളത്തിൻ്റെത് എന്നുള്ളത് ഇന്നലെകളിലെ നമ്മുടെ അനുഭവമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്, സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്തെന്ത് പ്രതിസന്ധികളെയാണ് ഈ 2 ടേമിലായിട്ട് നേരിടേണ്ടതായി വന്നിട്ടുള്ളത്. 2 പ്രളയം വന്നു, ഒരു നിപ്പ വന്നു, കോവിഡ് വന്നു, ഓക്കി വന്നു. ഇതൊക്കെ വന്നപ്പോഴും പതറാതെ, തളരാതെ, തകരാതെ ഈ കേരളത്തിലെ ജനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ചിലപ്പോൾ ഇപ്പോഴും പറയുന്നുണ്ട് ഇലക്ഷനിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് കിറ്റ് കൊടുത്തു. പക്ഷേ ആ കിറ്റ് കൊണ്ട് ജീവിതം കരുപിടിപ്പിച്ച എത്രയോ കുടുംബങ്ങൾ കോവിഡ് കാലത്ത് കേരളത്തിന്റെ മണ്ണിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മളൊക്കെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതാണ്. ജോലിയും കൂലിയും നഷ്ടപ്പെട്ടിട്ട് പട്ടിണി കിടക്കേണ്ടുന്ന കുടുംബത്തിന് ആ കാലത്ത് അതൊരാശ്വാസമായിരുന്നു എന്നുള്ളത് കേരളത്തിന്റെ ഇന്നലെകളിലെ ചരിത്രവും ചിത്രവും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. അതേസമയം തന്നെ മറുവശത്ത് മതവർഗീയത വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു.
നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന സവിശേഷമായിട്ടുള്ള സമീപനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്കേറ്റിട്ടുള്ള 3 മുറിവുകൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതൊന്ന് 1992 ഡിസംബർ 6-നാണ്. ബാബറി മസ്ജിദ് തകർക്കുകയായിരുന്നു ഹിന്ദു വർഗീയവാദികൾ അന്ന്. പിന്നീട് 2020 ഓഗസ്റ്റ് മാസം 5-ാം തീയതി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് തർക്കസ്ഥലത്ത് കല്ലിടുന്നത് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് BJPക്കാരുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, മറിച്ച് ഈ രാഷ്ട്രത്തിലെ കോടിക്കണക്കിനായിട്ടുള്ള ജനങ്ങളുടെ മതവികാരത്തെ, മതവിശ്വാസത്തെ മുഴുവൻ കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന, അതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടുന്ന ഭരണാധികാരിയാണ്. ഒരു മതത്തിന് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കുന്ന സമീപനം സ്വീകരിക്കുന്നത്. അത് 2020 ഓഗസ്റ്റ് മാസം 5-ാം തീയതി തറക്കല്ലിടലിലൂടെ നമ്മൾ കണ്ടു. പിന്നീട് മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് 2024 ജനുവരി മാസം 22-ാം തീയതിയാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. സാധാരണ രാമക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയുന്നത് വിശ്വാസികളുടേതാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് വിശ്വാസികളായിട്ടുള്ള സന്യാസിവര്യന്മാരോ മറ്റോ ആണ്. പക്ഷേ ഇവിടെ അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയാണ് എന്ന് പറയുമ്പോൾ മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. ഈ ഉപയോഗപ്പെടുത്തൽ ചരിത്രത്തിൽ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. ഹിന്ദുത്വ എന്ന് പറയുന്ന പദപ്രയോഗം 1923 സവർക്കറാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. ഹിന്ദുത്വ എന്ന് പറയുന്നത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതേ സവർക്കറിന്റെ ജന്മദിനത്തിലാണ് മെയ് 28-ാം തീയതി 2023 മെയ് 28-ാം തീയതിയാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് സന്യാസിമാരാണ് എന്നുള്ളതാണ് ഈ നാടിനെ സംഘപരിവാര ഭരണം എവിടേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്ന് തെളിയിക്കുന്നത്. ആരായിരുന്നു സവർക്കർ എന്നുള്ളത് നമുക്കറിയാം. സ്വാതന്ത്ര്യ സമരകാലത്ത് 1911, 13, 14, 17, 20 5 തവണ ബ്രിട്ടീഷുകാർ ജയിലിലടച്ചപ്പോൾ മാപ്പ് എഴുതി കൊടുത്തിട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട് 1921 അവസാനത്തെ മാപ്പപേക്ഷയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വിനീതദാസനായിട്ട് ഇനിയുള്ള കാലം ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള സവർക്കറാണ്. ആ സവർക്കറാണ് ഇവരുടെ എല്ലാം ഏറ്റവും ഉയർന്ന നേതാവ്, അല്ലെങ്കിൽ ഇവരൊക്കെ ബഹുമാനിക്കുന്ന ഈ പറയുന്ന പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ആ ദിവസം തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ ഒക്കെ തന്നെ അപ്പോസ്തലനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് VD സവർക്കർ മാറുകയാണ് എന്നുള്ളതാണ്. പാർലമെന്റ് മന്ദിരം ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റിന് ക്ഷണമുണ്ടായിട്ടില്ല. ദ്രൗപദി മുർമു പുറത്തായിരുന്നു. കാരണം അവർ ദളിതയായിരുന്നു, ഒരു വനിതയാണ്, ഒരു വിധവയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ക്ഷണമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹിന്ദുമത സംസ്ഥാപനമാണ് അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് BJPക്കാർ സംഘപരിവാരം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ ചിലരെങ്കിലും ആശ്വസിക്കുന്നുണ്ടാകാം. നമ്മളൊക്കെ തന്നെ ഹിന്ദുമതത്തിലല്ലേ? പക്ഷേ ഈ പറയുന്ന RSSന്റെ ഹിന്ദു എന്ന് പറയുന്നത് അത് ബ്രാഹ്മണിക് ഹിന്ദുവാണ്. എല്ലാ ജാതിയിലും പെട്ടിട്ടുള്ള ഹിന്ദുക്കളെ പ്രതിനിധാനം ചെയ്യുന്നില്ല RSSന്റെ ഹിന്ദു എന്ന് പറയുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹത്രസിൽ ഒരു പെൺകുട്ടി, ദളിതയായിട്ടുള്ള മനീഷ എന്നു പേരുള്ള പെൺകുട്ടി സവർണരാൽ ഭീകരമായിട്ട് ബലാത്കാരത്തിന് വിധേയാക്കി കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടുത്തെ MP-യുടെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് സംവരണ മണ്ഡലമാണ്, താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളാണ് BJPയുടെ ടിക്കറ്റിൽ MP ആയിട്ട് ജയിച്ചു വന്നിട്ടുള്ളത്. ആ മനുഷ്യൻ തൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വീട്ടിലും വോട്ടഭ്യർത്ഥനയുമായിട്ട് പോകുമ്പോൾ ഒരു ഗ്ലാസ് കൂടെ കരുതും. കാരണം സവർണ വീടുകളിൽ നിന്ന്
അദ്ദേഹത്തിന് ആ ഗ്ലാസ്സിൽ വെള്ളം അതായത് അവരുടെ വീട്ടിലെ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കില്ല, ഈ ഗ്ലാസ്സിലാണ് അദ്ദേഹം വെള്ളം കുടിക്കേണ്ടത്. MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സവർണരായിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ അദ്ദേഹം നിലത്തിരുന്നിട്ട് വേണം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള, അതായത് ആ മനുഷ്യനും ഹിന്ദുവായിരുന്നു, പക്ഷെ RSSന്റെ ഹിന്ദു എന്ന് പറയുന്നത് അത്തരം ദളിതരായിട്ടുള്ള മനുഷ്യർ പെടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്, ജനങ്ങളെ പഠിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. എന്താണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നമുക്കുള്ള സംഭാവന എന്ന് പറയുന്നത്? ചില കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിഭയങ്കരമായിട്ടുള്ള, ചിലപ്പോൾ നമ്മളൊക്കെ തന്നെ പേടിച്ചു പോകുന്ന കണക്കുകളാണ്. ലോകത്തെ സന്തോഷ സൂചിക, അതായത് എല്ലാ രാജ്യങ്ങളെയും, ഇതൊക്കെ അന്താരാഷ്ട്ര ഏജൻസികൾ എടുക്കുന്ന കണക്കാണ്, എടുത്തു പരിശോധിച്ച് നോക്കിയാൽ 126-ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. സന്തോഷിക്കുന്ന ജനങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. ജെൻഡർ ഗ്യാപ്പ് സൂചിക, ആണും പെണ്ണും തമ്മിലുള്ള ലിംഗവ്യത്യാസം 129-ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. മാനവ വികസന സൂചിക 132-ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. പട്ടിണി സൂചിക 105-ആണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതായത് ഈ 10 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് ഇന്ത്യയെ ഏറ്റവും ഭീതിതമായിട്ടുള്ള നിലയിൽ, ചിലപ്പോൾ പട്ടിണിയുടെ കാര്യത്തിൽ, സന്തോഷത്തിന്റെ കാര്യത്തിൽ ഒക്കെ തന്നെ വളരെ പിറകോട്ട് പോകുന്ന നിലയിലേക്ക് നമ്മളുടെ രാജ്യം മാറിപ്പോയി എന്നുള്ളതാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സംഭാവന എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അഭിമാനകരമായിട്ടുള്ള ഭൂതകാലം സ്വന്തമായിട്ടില്ലാത്തവർ അത് വ്യാജമായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ചില തീരുമാനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം. ചില പേരുമാറ്റങ്ങൾ അത് അബദ്ധവശാലോ ചിലപ്പോൾ വളരെ ലഘുവായിട്ടോ നമുക്ക് പറയാൻ സംഭവിച്ചു പോകുന്ന കാര്യമല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 150 വർഷം പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുഗൾ സരായ് റെയിൽവേ സ്റ്റേഷൻ. അതിന്റെ പേര് ജനസംഘത്തിന്റെ നേതാവായിട്ടുള്ള ദീനദയാൽ ഉപാധ്യായയുടെ പേരാക്കിയിട്ട് മാറ്റുകയാണ്. ഫൈസാബാദിനെ അയോധ്യ എന്നാക്കി മാറ്റുന്നു, അലഹബാദിനെ പ്രയാഗ്രാജ് എന്നാക്കി മാറ്റുന്നു. രാഷ്ട്രപതി ഭവന്റെ മുന്നിലുള്ള മുഗൾ ഗാർഡൻ, ആ മുഗൾ ഗാർഡനെ അമൃതോദ്യാൻ എന്നാക്കി മാറ്റുന്നു. ചിലപ്പോൾ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നിയേക്കാം. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അഭിമാനകരമായിട്ടുള്ള ഭൂതകാലം സംഘപരിവാരത്തിന് സ്വന്തമായിട്ടില്ല, അത് വ്യാജ്യമായിട്ട് നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. 58,000 പേർ ഈ രാജ്യത്ത് തോട്ടിപ്പണിയെടുക്കുന്നവരായിട്ട് ഇന്നുമുണ്ട്. KM ജെയിംസ് എന്ന് പറയുന്ന മനുഷ്യൻ, IIPS എന്ന് പറയുന്ന പോപ്പുലേഷൻ സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തെ ഈ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. കാരണം എന്താണെന്നറിയോ? ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെക്കുറിച്ചുള്ള ഒരു കണക്ക് അവർ സർവേയിലൂടെ പുറത്തുവിട്ടു. അവർ പറയുന്നത് 19% പേർക്ക് ഇന്ത്യയിൽ, ഈ കുടുംബത്തിന് 19% കുടുംബത്തിന് കക്കൂസില്ല ഈ ഇന്ത്യയിൽ. 40% വീടുകളിൽ പാചകവാതക സിലിണ്ടർ ഇല്ല. 57% സ്ത്രീകളും വിളർച്ചാബാധിതരാണ് എന്നാണ് അവരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ കണക്കുകളൊക്കെ പറയുന്നത് നരേന്ദ്രമോദി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സൂചികകളും ഒക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ നരേന്ദ്രമോദി ഈ നാടിനെയാകെ തന്നെ ദുരിതത്തിൽ നിന്നും ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യും കെട്ടി നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു നേട്ടവും ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിക്കില്ല. ഇതിനെതിരായിട്ട് അശ്രാന്തമായിട്ടുള്ള പോരാട്ടം, അവിശ്രമകരമായിട്ടുള്ള പോരാട്ടം നമ്മൾ സംഘടിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് കാലം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അമർത്യാസെൻ, നോബൽ സമ്മാന ജേതാവായിട്ടുള്ള അമർത്യാസെന്നും ജീൻദീപും ചേർന്ന് എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, എൻ അൺസർട്ടൻ ഗ്ലോറി. ആ പുസ്തകത്തിനകത്ത് ഈ കൊടിയ ചൂഷണങ്ങളെയും സാമൂഹികമായിട്ടുള്ള വിവേചനങ്ങളെയും ഒക്കെ തന്നെ വളരെ ക്ഷമയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുന്ന ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കൊടിയ വിവേചനങ്ങൾ, ചൂഷണങ്ങൾ, അനീതികൾ ഒക്കെ
ഒക്കെ തന്നെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ ആരും താലത്തിൽ വെച്ചിട്ട് ഒന്നും നമ്മുടെ കയ്യിൽ തരില്ല. മറിച്ച് പോരാട്ടമല്ലാതെ, പ്രതിരോധമല്ലാതെ, പ്രക്ഷോഭമല്ലാതെ മറ്റൊരു മാർഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ പറയുന്നതിന് അദ്ദേഹം ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇപ്പോഴും, ചിലപ്പോഴല്ല ഉറപ്പായിട്ടും നമ്മളിപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയൽ ആധിപത്യത്തിന് കീഴിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇന്ത്യയിലെ ദേശാഭിമാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഉൽപ്പന്നമായിട്ടാണ് 47 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായത്. അന്നത്തെ ഇന്ത്യയിലെ പോരാളികൾ ക്ഷമയോടുകൂടി കാത്തിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും അസ്വാതന്ത്ര്യത്തിന്റെ കീഴിലായിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സുശീല ഗോപാലൻ അടക്കമുള്ള നേതാക്കൾ കാണിച്ചു തന്നിട്ടുള്ള ഒരു മാതൃകയുണ്ട്. ഈ ലോകത്തെ, ഈ രാജ്യത്തെ അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടേത് കൂടിയാണ് എന്ന് കണ്ടുകൊണ്ട് ഈ നാടിനെയാകെ തന്നെ സമത്വസുന്ദരപൂർണമായിട്ടുള്ള ഒരു നാടാക്കിയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് സോഷ്യലിസത്തിലേക്ക്, കമ്മ്യൂണിസത്തിലേക്കുള്ള ഒരു ജൈത്രയാത്രയാണ്. അത്തരത്തിലുള്ള ഒരു യാത്ര നടത്തുന്നതിന് വേണ്ടിയിട്ട് മൺമറഞ്ഞു പോയിട്ടുള്ള പോരാളികളുടെ ഓർമ്മകൾ നമുക്ക് കരുത്തായിത്തീരും. ചരിത്രം എന്ന് പറയുന്നത് പ്രതിസന്ധി കാലത്ത് നമുക്ക് കയ്യെത്തിപ്പിടിക്കാൻ വേണ്ടി പറ്റുന്ന ആശ്രയമാണ്. ആ ചരിത്രത്തെ കയ്യെത്തിപ്പിടിച്ചുകൊണ്ട് ഈ നേതാക്കളുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നമുക്ക് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ഈ നാട്ടിലെ അസമത്വങ്ങൾക്കെതിരെ പടപൊരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൂട്ടായി ശ്രമിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.